everyone, വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ഹോം മെയ്ഡ് മയോണൈസ് വിത്ത് എഗ്ഗ് നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിന്ന് എഗ്ഗ് വെച്ചിട്ടാണ് ഈ മയോണൈസ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മിക്സിയുടെ വലിയ ജാറോ ചെറിയ ജാറോ എടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് 2 മുട്ടയുടെ വെള്ളയും 1 മുട്ടയുടെ മഞ്ഞയുമാണ് ഇടുന്നത്. അതിനുശേഷം ഇതിലേക്ക് 3-4 5-6 വെളുത്തുള്ളിയുടെ അല്ലി ഇട്ട് കൊടുക്കുക. പിന്നീട് ഒരു 1/4 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. പുളി ഒരിക്കലും കൂടിപ്പോരുത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വിനാഗിരിയും ഉപയോഗിക്കാം. പിന്നീട് നമുക്ക് അല്പം ഉപ്പ് കൂടിപ്പോയാൽ നമുക്കിത് കുറയ്ക്കാനായിട്ട് ഒട്ടും പറ്റില്ല. അപ്പോൾ ഇത് ഉപ്പ് കുറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു പിഞ്ച് ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്താ ഒരു ചീസി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് നമ്മൾ മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് സൺഫ്ലവർ ഓയിൽ കുറേശ്ശെയായി ഒഴിച്ച് ബ്ലെൻഡ് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സൺഫ്ലവർ ഓയിലിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരളവും ഇല്ല. മയോണൈസ് എപ്പോൾ തിക്കാവുന്നോ അത്രത്തോളം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക എന്നുള്ളതാണ് കണക്ക്. അപ്പോൾ നമ്മളിതിലേക്ക് ഇപ്പോൾ അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. മിക്സിയുടെ ബാക്ക് സ്പീഡ് ഉപയോഗിച്ചൊന്ന് അരച്ചെടുക്കുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഇത് തിക്കായിട്ടില്ല. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് സോൾട്ട് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ സോൾട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇത് നോക്കി. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. നമ്മൾ അരച്ചെടുത്ത് നോക്കിയപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുള്ളൂ. അപ്പോൾ കുറച്ചും കൂടെ ഒരു തിക്നെസ്സാണ് മയോണൈസിൻ്റെ എക്സാക്റ്റ് കൺസിസ്റ്റൻസി. നമ്മൾ കുറച്ചും കൂടെ ഒരു ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് മയോണൈസിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട്. ഇത് ഒന്ന് ഇരുന്ന് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ളൊരു മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാവൂ. സ്മെല്ലില്ലാത്ത എല്ലാ ഓയിലും യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ അതുപോലെയുള്ള സ്മെല്ലി ആയിട്ടുള്ള ഓരോ ഓയിലും മയോണൈസ് റെഡിയാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കരുത്. അപ്പോൾ ഈ യമ്മി ചീസി എഫക്റ്റുള്ള മയോണൈസിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.